സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1835 ദിവസമാണ് ഇന്ന്. നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ സാദത്ത് സേട്ട് സാറാണ്. അദ്ദേഹം നിരവധി ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇന്നും അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഡോക്ടർ കൊച്ചിയിൽ ഡോക്ടർ സേഡ്സ് ഹോമിയോപ്പതി എന്ന സ്ഥാപനം നടത്തി വരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം ക്ലാസ്സുകളാണ് ഡോക്ടർ നമുക്ക് ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇന്നും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ സാദത്ത് സേട്ട് സാറിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, IFPHലോട്ട് വളരെ എന്നെ ക്ഷണിച്ചതിൽ വളരെ നന്ദി. കുറെ ക്ലാസ്സുകളായി നമ്മൾ ചെയ്യുന്നത്, പക്ഷെ ഇന്ന് ഒരു ലൈറ്റർ സബ്ജക്ട് വേണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ലൈറ്റർ ആണെങ്കിലും പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സ്കിന്നും ഇന്നത്തെ യങ് ജനറേഷന്റെ കോസ്മെറ്റോളജി, അത് എങ്ങനെയാണ് നമുക്കൊരു ഗുണം ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ കോസ്മെറ്റോളജി കേസുകൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എവിടെയൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഹോമിയോപ്പതി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ വാസ്റ്റ് ആണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ. അതിൽ ഞാൻ കുറെ എൻ്റെ എക്സ്പീരിയൻസുകളും സ്കിൻ മെഡിസിൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കൊരു പുതിയൊരു കൺസെപ്റ്റിലോട്ട് പോവാം എന്ന് വിചാരിക്കണേ. എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നറിയില്ല, എന്നാലും ഞാനൊന്ന് ശ്രമിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ ഒരു ആവശ്യത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. ഓപ്പൺ ആയിട്ടില്ല ഡോക്ടറെ, ഓപ്പൺ ആയില്ല. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. നമ്മളുടെ സ്ഥിരമായിട്ട് കാണുന്ന കേസുകളിൽ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. മുഖക്കുരുവായിട്ട് തന്നെ തുടങ്ങാം. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കിന്നല്ലേ, സ്കിന്നാകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ അടുത്ത് മിക്കവാറും വരുന്നത് എന്തെങ്കിലും അത്ര സിവിയർ കംപ്ലൈൻസ് ഉള്ളത് മാത്രം, അല്ലെങ്കിൽ മിക്കവാറും പെൺകുട്ടികൾ വരുന്നത് മുഖക്കുരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ കൂടുതലായിട്ടുള്ള മുഖക്കുരുവിലോട്ട് പോണില്ല. പക്ഷെ പിമ്പിൾസിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് തിയറി ഒന്നും പറയേണ്ട കാര്യങ്ങളില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അതിന്റെ കോസുകൾ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഇൻക്രീസ്ഡ് സെബം പ്രൊഡക്ഷൻ, ഇൻക്രീസ്ഡ് എക്സസ് സൺലൈറ്റ്, യൂസസ് ഗ്രീസ്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ആദ്യം ഇപ്പോഴത്തെ ട്രെൻഡിൽ മിക്കവാറും കാണുന്നത് PCOD ആണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഹിസ്റ്ററിയും കൂടി എടുത്ത് അതൊന്ന് റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം ഏത് പിമ്പിൾസും നമ്മൾ ചികിത്സിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഞാൻ പോകും. വാട്ട് യു ഷുഡ് ഡു, വാട്ട് യു ഷുഡ് നോട്ട് ഡു. കുറെയൊക്കെ നമുക്കറിയാം. വാഷ് ദ ഫേസ് ബിഫോർ ടച്ചിങ്, ഇതൊക്കെ നമുക്കറിയാം. അവോയ്ഡ് ഷുഗർ, അത് PCOD കേസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണെങ്കിലും ചിലത് നമ്മൾ പലപ്പോഴും മിസ് ചെയ്യും. നമ്മൾ ഒന്നും കൂടി റിമൈൻഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PCOD കേസുകളിലും, എസ്പെഷ്യലി പിമ്പിൾസ്. അപ്ലൈ അൺടെസ്റ്റ്. ഓക്കെ, ഹോം റെമഡീസ് ഒക്കെ നോക്കുക. അതൊന്നും ഇട്ടു വെറുതെ മുഖം കളയരുത്. സ്ട്രെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പിമ്പിൾസിന്റെ കാര്യത്തിൽ. ഹോർമോൺസ് ആൻഡ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുന്നത് PCODയും ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ സ്ട്രെസ് ഉണ്ട്. അല്ലാത്ത സ്ട്രെസ്സിലും ഇത് നോക്കണം. പിന്നെ ഡാൻഡ്രഫ് ഈസ് ഓൾസോ. അപ്പൊ ഏത് പിമ്പിൾസ് കേസ് വന്നാലും നമ്മൾ ചെയ്യിക്കേണ്ടത് ഹെയർ ഫോൾ ഉണ്ടോ, മെൻസസ് കറക്റ്റ് ആണോ, അതോ മെൻസസിന് മുമ്പോ ശേഷമാണോ ഇതൊക്കെ വരുന്നത്, അതിന്റെ കോസും കാര്യങ്ങളും. ഡാൻഡ്രഫ് ഉണ്ടോ, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് ബാക്കിൽ നോക്കണം. ബാക്കിൽ പിമ്പിൾസ് വരാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളിലോട്ട് പോയിട്ട് നമ്മൾ മെഡിസിൻസിലോട്ടൊക്കെ വരാം. പിമ്പിൾസ് ടൈപ്സ് ഒക്കെ നമുക്കറിയാം. ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്.
types of pimples, papular, blackheads, whiteheads, nodules, pustular cyst. Okay. ഹോമിയോപ്പതിക് മെഡിസിൻസും കാര്യമായിട്ടുള്ള മെഡിസിൻസിലുള്ള ചേഞ്ചസ് ഒന്നും നമുക്കില്ല. ഇതിൽ ഒരു മെഡിസിൻ വരുന്നത് സൾഫർ അയോഡാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കാർബോ അനിമാലിസ് ഏതെങ്കിലും റേസർ കൊണ്ടൊക്കെ വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ റേസർ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ റേസർ പഴയതാവും, ചിലപ്പോൾ ബ്ലേഡ് അലർജി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് കാർബോ അനിമാലിസ്. ഹൈഡ്രോകോട്ടൈൽ, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മെഡിസിൻസ് എക്സ്റ്റേണലി ആസ് വെൽ ആസ് ഇന്റേണലി. അസ്റ്റീരിയ റോബൻസ്. ഓക്കെ, അസ്റ്റീരിയ റൂബൻസിന്റെ ഒക്കെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്റ്റീരിയ റൂബൻസ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ബ്രസ്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ബ്രസ്റ്റ് ഇൻവോൾവ്മെന്റ് കൂടി ഉണ്ടോ എന്ന് ചോദിക്കണം. ഫൈബ്രോയിഡിനോമ അല്ലെങ്കിൽ CA ബ്രസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബ്രസ്റ്റ് ഇൻവോൾവ്മെന്റ് കൂടി ഉണ്ടെങ്കിൽ അസ്റ്റീരിയ റൂബൻസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. മിക്കവാറും ഈ 16, 17, 18 അങ്ങനെയുള്ള കുട്ടികൾക്ക് ബ്രസ്റ്റ് ഇൻവോൾവ്മെന്റിന്റെ ഫൈബ്രോയിഡിനോമ അല്ലെങ്കിൽ ഇത് വരും, എന്തെന്നാ പറയുക, നമ്മുടെ സിസ്റ്റിക് ഗ്രോത്ത് ഓൾ ഓവർ ദ ബ്രസ്റ്റ് വരും, പെയിൻ വരും, മെൻസസിന് മുമ്പുള്ള പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ആസ്റ്റീരിയ റൂബൻസ്. പിന്നെ കൽക്കേരിയ അതൊക്കെ ഉണ്ട്. ഓക്കെ, സരസപ്പറിലുണ്ട്. തിയോസിനാമിനം, സ്കാർ കൂടുതലുണ്ടെങ്കിൽ തിയോസിനാമിനം യു ക്യാൻ തിങ്ക് ഔട്ട്. ഞാൻ ഇന്നും കൂടി കൊടുത്തിട്ടുള്ളൂ. കാലി അയോഡിന്റെ കാര്യം പറയുമ്പോൾ കാലി അയോഡ് ഉണ്ട്. കാലി ഗ്രൂപ്പ് ആസ് ഇറ്റ് ഇസ് അത് തന്നെ നമുക്ക് ഏറ്റവും നല്ല മെഡിസിൻസിൽ ഒന്നാണ്. കാലി ഗ്രൂപ്പ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് ഇല്ലേ. കാലി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ കാലി അയോഡിൻ. കാലി അയോഡിൻസിൽ ഹാർഡ് ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് വരും, സ്കാർ വരും. അതുപോലെ തന്നെ കാലി ഗ്രൂപ്പ് എടുക്കുമ്പോൾ കാലി ആസ് എന്ന് പറഞ്ഞാൽ മെൻസസിന് മുമ്പുള്ള പിമ്പിൾസിന് നാട്രമ്യൂറും അങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം ഉണ്ടെങ്കിലും ട്രൈ ദിസ്. അത് മാത്രമല്ല മെഡിസിൻസ് ഉള്ളത്. കാലി അയോഡൈഡ്, കാലി ആസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. പേഷ്യന്റ് എപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് പറയാണ് നമ്മുടെ ഇതിന് മുമ്പാണ്, മെൻസസിന് മുമ്പ് വരുന്നുണ്ടെങ്കിൽ പൾസാറ്റില ഉണ്ട്, നാട്രമ്യൂർ ഉണ്ട്, അങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ടെങ്കിലും കാലി ആസ് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഏറ്റവും നല്ല മെഡിസിനിലൊന്നാണ്, മരുന്നുകളിലൊന്നാണ്. അതുപോലെ കാലി ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കാലിക്ലോർ നമ്മുടെ ആപ്തസ് അൾസർ, സ്റ്റൊമറ്റൈറ്റിസ്, ഇതിനൊക്കെ ഏറ്റവും നല്ല മെഡിസിൻസിൽ ഒന്നാണ്. ബാക്കിയുള്ള എല്ലാ മെഡിസിൻസും ആസിഡ്നൈട്രിക്കം മുതൽ സൾഫ്യൂറോസം ആസിഡം, സൾഫ്യൂരിക് ആസിഡ് മാത്രമല്ല സൾഫ്യൂറോസം ആസിഡം, അതും ആപ്തസ് അൾസറിൽ വരുന്നതാണ്. പിന്നെ കാലി ഹൈഡ്രോ അയോഡേറ്റം, അത് കാലി ഹൈഡ്രോ അയോഡേറ്റം ഏറ്റവും നല്ല മെഡിസിൻസിൽ ഒന്നാണ്. നിങ്ങൾ ബോറിക്കിൽ എടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ദ നോസിൽ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള ഒരു മെഡിസിൻസിൽ ഒന്നാണ്. നമ്മുടെ കാലി ബൈക്കും കാലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാലിയുടെ അനദർ വൺ കാലി ഹൈഡ്രോ അയോഡേറ്റം സൈനസൈറ്റിസിന് ഏറ്റവും നല്ല മെഡിസിൻ. കാലിമ്യൂർ അടുത്ത മെഡിസിൻ വരുന്നത് ഇൻഡൈജഷൻ. കാലിമ്യൂറിന്റെ കുറെ ഉണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസാറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഫാറ്റി ഫുഡ്, ഇപ്പോഴത്തെ ഇത് പേസ്ട്രീസ് മുതൽ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചിട്ട് ഇൻഡൈജഷൻ വരുന്നുണ്ടെങ്കിൽ പൾസാറ്റില ഉണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന മെഡിസിൻ പൾസാറ്റിലാണ്. പക്ഷെ പൾസാറ്റിലയുടെ കൂടെ കാലിമ്യൂർ നമുക്ക് ചിന്തിക്കാം. കാലിമ്യൂർ പിന്നെ നമുക്ക് ഓട്ടൈറ്റിസ് മീഡിയ അങ്ങനെയുള്ള കുറെ കംപ്ലൈൻസിന് കാലിമ്യൂർ, ടെനസ്മസിന് മറ്റേ സൗണ്ട് ഇൻ ദ ഇയർ, ഞാൻ മറന്നുപോയി ഡയഗ്നോസിസ്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാം. ചെവിയില് മൂളിക്കലും എന്ന് പറയും നമ്മൾ മലയാളത്തിൽ, കറക്റ്റ് പറയുന്നത് ചെവിയില് ടെനസ്മസ് അല്ലല്ലോ. ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. ആർക്കെങ്കിലും ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ ഇടുക. ഓക്കെ, കാലിമ്യൂർ ഇതിനൊക്കെ ഉപയോഗിക്കണം. പക്ഷെ ഫാറ്റി ഫുഡിന് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് കാലിമ്യൂർ. പിന്നെ മ്യൂറിയാറ്റിക് ഗ്രൂപ്പിൽ അനദർ വൺ പിന്നെ അത് ടിനിറ്റസ്.
ടിനിറ്റസിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന മെഡിസിൻസിൽ ഒന്നാണ് കാലിമ്യൂർ. ഓക്കെ, അപ്പോൾ കാലിമ്യൂർ ഇതിനും കൂടി ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫാറ്റി ഫുഡ് കഴിച്ചിട്ട് പൾസാറ്റിൽ നമ്മുടെ കയ്യിൽ എടുക്കാനില്ല, ചിലപ്പോൾ കാലിമ്യൂർ ഉണ്ടാവുള്ളൂ. യു ട്രൈ ദാറ്റ്, ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇന്നലെ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ട് ഒരു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഫ് അഗ്രവേഷൻ ലാഫിംഗ് അല്ലെങ്കിൽ കഫ് അഗ്രവേഷൻ ലിറ്റിൽ ദിസ് വൺ. ഏതായിരുന്നു ഞാൻ പറഞ്ഞിരുന്ന മെഡിസിൻ ഓർമ്മയുണ്ടോ? അർജന്റം മെറ്റാലിക്കം. അടിപൊളി റിസൾട്ട് ആണെന്നാണ് ഫീഡ്ബാക്ക് വന്നത്. സോ അർജന്റം മെറ്റാലിക്കം നിങ്ങളൊന്ന് ചെയ്യുക, ഒന്ന് യൂസ് ചെയ്യുക. കഫ് ഇപ്പൊ കുറെ കഫ് ഉണ്ട്, അഗ്രവേഷൻ ലാഫിംഗ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുമ്പോഴോ കൂടുതൽ എക്സേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മെഡിസിൻസിൽ ഒന്നാണ് അർജന്റം മെറ്റാലിക്കം. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഒരു നല്ലൊരു മെഡിസിൻ ആണ്. കാലിബ്രോം എല്ലാവർക്കും അറിയാവുന്നതാണ്. ബെർബറിസ് എക്കിഫോളിയം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ജുഗുലൻസ് റീജിയ നിങ്ങൾ എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ജുഗുലൻസ് റീജിയ ഏറ്റവും നല്ല ഒരു മെഡിസിൻ ആണ് ആക്സിലറി ആപ്സസിന്. സെയിം ആപ്സസ് അല്ലെങ്കിൽ പസ്റ്റൂൾസ് അല്ലെങ്കിൽ ആ ഒരു പിമ്പിൾസിനും കൂടി നല്ലൊരു മെഡിസിൻസ് ആണ്. അപ്പൊ പിമ്പിൾസ് എന്നുള്ളത് പസ്റ്റുലർ ആണെങ്കിൽ ഏറ്റവും അധികം നമുക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻസിൽ ഒന്നാണ് ജുഗുലൻസ് റീജിയ. അത് 30 കൊടുക്കാം, ടിഞ്ചറിൽ കൊടുക്കാം, 3x കൊടുക്കാം, ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ 3 times 4 times ഒക്കെ കൊടുക്കാം. ഗ്രാഫൈറ്റിസ്. പിന്നെ യുജീന ജംബോസ. യുജീന ജംബോസയുടെ എന്താണ്, ഹാർഡാണ് പിമ്പിൾസ്. ഓക്കെ, ക്രോപ്സിൽ വരും. ക്രോപ്സ് വരുന്ന ബോയിൽസിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് വരുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു മെഡിസിനും കൂടി പറയാം. നിങ്ങളുടെ അടുത്ത് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ലപ്സാന എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ലപ്സാന നമ്മൾ ചിന്തിക്കേണ്ടത് പൈൽസിനും സോർ നിപ്പിൾസ്, നമ്മുടെ ബ്രസ്റ്റിന്റെ നിപ്പിൾസിന് ക്രാക്സോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കുക കാസ്റ്റർ ആണ്. അതിന്റെ കൂടെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ലപ്സാന. ഓക്കെ, ലപ്സാന എന്ന് പറഞ്ഞ മെഡിസിൻ ഒന്ന് ആലോചിക്കുക. ഞാനിത് കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. ഗ്രാഫൈറ്റിസ്, യുജീന ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഏറ്റവും നല്ല മെഡിസിൻസിൽ ഒന്നാണ് ഈ പിമ്പിൾസ്. ഓക്കെ, ഈ ലപ്സാന നമുക്ക് എവിടെ വായിക്കാൻ കിട്ടും എന്നുള്ളത് തന്നെ ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുള്ള മെഡിസിൻ ആണോ ഇത്? ഓക്കെ, നമ്മുടെ ഇപ്പറ്റോറിയത്തിന്റെ ഇതില് ഇപ്പറ്റോറിയം അരോമാറ്റിക്കം എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ഇപ്പറ്റോറിയം പെർഫോളിയേറ്റോ അല്ല, ഇപ്പറ്റോറിയം അരോമാറ്റിക്കം എന്ന് പറഞ്ഞൊരു മെഡിസിന്റെ റിലേഷൻഷിപ്പിൽ കൊടുത്തിട്ടുള്ള മെഡിസിൻ ആണ് ലപ്സാന. ഇതൊക്കെ ആക്സിഡന്റലി നമ്മുടെ ഇത് കയ്യിൽ വന്നപ്പെടും. നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വന്നപ്പെടും. ആൻഡ് മിക്കവാറും ഒരു വര എവിടെയെങ്കിലും നമ്മുടെ രമാദേവി ഡോക്ടറുടെ ബുക്കിൽ കാണും. അപ്പൊ വരയില്ലാത്ത പേജ് ഇല്ലാത്തത് കൊണ്ട് എല്ലാം നമ്മൾ പതുക്കെ നോക്കും. അപ്പൊ ഇതെന്തിനാണ്, അതെന്തിനാ ഡോക്ടർ വരച്ചിട്ടുള്ളത് നോക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. അപ്പൊ നമ്മളുടെ കണ്ണ് അതിൽ പെടും. അപ്പോൾ നമ്മൾ ആക്സിഡന്റലി വന്ന് ചാടും ചിലത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് പറയുകയാണെന്ന് മാത്രം. ലപ്സാന നമ്മളുടെ എല്ലാ പൈൽസ് മെഡിസിന്റെ പോലെ തന്നെ ലപ്സാന പൈൽസ് മെഡിസിൻ ഏറ്റവും നല്ലൊരു മെഡിസിനിൽ ഒന്നാണ്. പൈൽസിന് ഒന്ന് കുറിച്ച് വെച്ചോളൂ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനാണ്. സോർ നിപ്പിൾസ്, അമ്മമാര് ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ് കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പറ്റോറിയം അരോമാറ്റിക്കത്തിൽ വരുന്ന മെഡിസിൻസിൽ ഒന്നാണ്. പിന്നെ വരുന്നതാണ് ജെറേനിയം മാക്ക്. ജെറേനിയം മാക്ക് വരുന്നത് നമ്മൾ ഇതിനൊക്കെ വരുന്നതാണ്. എന്താ പറയാ, നമ്മുടെ അൾസറിന് പറ്റിയൊരു വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ജെറേനിയം മാക്കുലേറ്റം. പിന്നെ ഹെഡോമ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ഹെഡോമ നമ്മൾ എല്ലാം ഒക്കെ എവിടെയൊക്കെ ഉള്ളതെന്നൊക്കെ ഒറ്റ ഇതുമില്ല, ഒരൊറ്റ മാറ്റവും ഇല്ല. ഹെഡോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UTIക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ കുറിച്ച് വെക്കുന്നതാണ്. അത് ഇവിടെ പറയുന്നു. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് കാൻതാരിസം, മെക്സോള്, പെട്രോസെലീനിയം എന്താ പറയുക, UTIയുടെ ഏറ്റവും നല്ല മെഡിസിൻസിൽ ഒന്നാണ് പെട്രോസെലീനിയം. പെട്രോളിയം അല്ല, പെട്രോസെലീനിയം.
ഓക്കെ, ആ കൂട്ടത്തിൽ തന്നെ പെടുത്താവുന്ന മെഡിസിൻ ആണ് ഹെഡോമ. ഓക്കെ, പിന്നെ വരുന്നതാണ് എച്ചിൽ തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരും മനസ്സിൽ വരുന്ന ഹെഡോമ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് ആണ് ഹ്യൂറ എന്ന് പറഞ്ഞിട്ട്. ഹ്യൂറ ബ്രസീലിയാന ഹ്യൂറ ബ്രസീലിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീക്സിലും നമ്മുടെ ചിലപ്പോൾ ഇറപ്ഷൻസ് വരുന്നത് ഈ മാലാർ ഇറപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെപ്പിയയുടെ സിംറ്റംസ് വരുന്ന മെഡിസിൻസിൽ ഈ മാലാർ ഇറപ്ഷൻസ്, അതായത് ഇവിടെയൊക്കെ വരുന്ന മാലാർ ബോൺസിൽ വരുന്ന ഇറപ്ഷൻസിന് പറ്റുന്ന മെഡിസിൻസിൽ ഒന്നാണ് ഹ്യൂറ. അതായത് ആക്കനെ തന്നെ, അല്ലെങ്കിൽ എക്സിമ ആവാം, ആക്കനെ ആവാം, അല്ലെങ്കിൽ വേറെ എന്തു ആവാം, അതിന് പറ്റുന്ന ഒരു മെഡിസിൻസിലാണ് ചീക്സിൽ വരുമ്പോൾ. നമ്മൾ വേറെ ബാക്കിയുള്ളതിനെ കൂടെ ഒക്കെ നമുക്ക് കൊടുക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സിംറ്റം വരുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത്, നമ്മൾ എന്നെ കാണുന്നുണ്ടോ എന്നറിയില്ല വീഡിയോ, അപ്പൊ ഈ നമ്മുടെ ചീക്സ് ബോണിൽ വരുമ്പോൾ കിട്ടുന്ന ക്രോപ്സ് അല്ലെങ്കിൽ കൂടുതൽ അവിടെയാണ് ഉണ്ടെങ്കിൽ ചില നമുക്ക് ലൊക്കേഷൻ അനുസരിച്ച് നമ്മളുടെ മെഡിസിൻസും മാറും. നോസിൽ വരും. ഇപ്പൊ എനിക്ക് വന്നിരുന്ന ഒരു കേസ് നോസിൽ മാത്രം ഇറപ്ഷൻ, അതായത് നമ്മുടെ എല ഓഫ് നോസിന്റെ ചുറ്റും എക്സ്റ്റേണൽ ആയിട്ട്. അതുപോലെ ഈ മാലാർ ബോൺസിലും വരും. ചീക്സ് മാലാർ ബോൺസിൽ വരുമ്പോൾ നമുക്ക് ഹ്യൂറ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ ഉണ്ട്, അതൊന്നും നോക്കാവുന്നുള്ളൂ. പിന്നെ വരുന്നത് ഹ്യൂറയുടെ തന്നെ വേറെ മെഡിസിൻസ് പറഞ്ഞാൽ പൊളിട്രം, പോളിട്രൈക്കോം, അതൊക്കെ വല്ലപ്പോഴും നമുക്ക് കിട്ടും. പോളിട്രൈക്കോം എന്ന് പറഞ്ഞ മെഡിസിൻ നമുക്ക് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, ഓൾമോസ്റ്റ് സ്പെസിഫിക് ടു ഹൈഡ്രാഞ്ചിയ, സബൽസെർലേറ്റ, പെരേര ബ്രീവ, ഇതിൻ്റെ കൂടെ ഒക്കെ കട്ടയ്ക്ക് പിടിക്കുന്ന ഒരു സാധനമാണ് പോളിട്രിക്കോം. നമുക്ക് വായിക്കുമ്പോൾ തന്നെ പാടാം, പക്ഷെ അത് നോക്കി അത് നമ്മൾ കൊടുക്കുമ്പോൾ റെഗുലർ ആയിട്ട് കൊടുക്കുമ്പോൾ അത് എളുപ്പമാവും. അപ്പൊ ഞങ്ങളിവിടെ എഴുതി വെച്ചിട്ടുള്ളത് പോളിടി എന്ന് മാത്രം എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അവർക്കറിയാം നമ്മളിത് എല്ലാം എഴുതി പിടിപ്പിക്കൽ നടക്കാത്തതുകൊണ്ട് പോളിടി എന്നാണ് ഞാൻ എൻ്റെ ഇതിൽ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. പോളിട്രിക്കോം അത് പോളിട്രിക്കോം BPH ഉണ്ട്, നല്ലൊരു മെഡിസിൻ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഹൈഡ്രോസയാനറ്റിക് ആസിഡ്. എന്തിനാ? ഗ്യാസ്ട്രിക് അൾസറിന് നമുക്ക് എപ്പോഴും ആലോചിക്കാവുന്ന ഒരു മെഡിസിൻസ് നമ്മൾ എപ്പോഴും ആലോചിക്കും. കാലിബൈക്ക്, ഹൈഡ്രോസിയാനിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ എല്ലാ മെഡിസിൻസും മെറ്റീരിയൽ, അതായത് ബോറിക്കിലും ബാക്കിയുള്ള മെറ്റീരിയലുള്ള എല്ലാ മെഡിസിൻസും നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ട്രൈക്കോം എന്നുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഇത് എന്താ പറയുക, ഹൈഡ്രോസാനിക് ആസിഡ്. ഓക്കെ, ഗ്യാസ്ട്രിക് അൾസറിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. എഴുതി വെച്ചോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ, 100% ഷുവർ മെഡിസിൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇനി ഞാൻ കുറച്ചും കൂടി സ്കിന്നിലോട്ട് വരാം. ബാക്കിയുണ്ട്, ഞാനത് പതുക്കെ ഇടക്കും തലക്കൊക്കെ ഞാൻ പറയാം. ഒറ്റ സെക്കൻഡ് പ്ലീസ്. ഒരു പേഷ്യന്റ് വന്നു, സോറി. സാറിന് ഇത്ര ലേറ്റ് ആയിട്ട് ഇവിടെ തുറക്കാറില്ലല്ലോ. സോ ഓക്കെ, പിന്നെ നമ്മൾ ഈ ആക്കനെ അല്ലെങ്കിൽ ഫേസ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻസ് യൂസ് ചെയ്യുന്ന, ഞാൻ ഇതൊന്ന് ഒറ്റ സെക്കൻഡിലോട്ട് ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് ഈ സ്ക്രീൻ ഷെയറിങ്. വേറെ ഒരെണ്ണം ഷെയർ ചെയ്തിട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ, ഇത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും ആവശ്യമുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റീവാണ്. നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു ആസ്പെക്റ്റാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ സ്കിന്നിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് പറയാതെ പോയാൽ പറ്റൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പൊ ന്യൂ ജനറേഷൻസിന്റെ ഓൺലൈനിൽ ഏറ്റവും സെയിൽസ് ആണ്. നമ്മൾ ഇത് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്കിന്നിൽ ഇതൊക്കെ വരുമ്പോൾ നമ്മളുടെ കുറെ കാര്യങ്ങൾ കസ്റ്റമൈസ് ഫേഷ്യൽസ് ചെയ്യാറുണ്ട്. മിക്കവാറും 90% ഓഫ് ദ ലേഡീസ് ചെയ്യണ കേസ് കേട്ടാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് ലേറ്റസ്റ്റ് ടെക്നിക്സ് എന്താണെന്നൊന്ന് അറിയണം. കാരണം എന്തൊക്കെയാണ് ഈ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻസ് ചിന്തിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ഫേഷ്യൽസ്, അതിൽ തന്നെ ഹൈഡ്രാ ഫേഷ്യൽ, അതിപ്പോ കോമൺ ആയിട്ടിരിക്കാം. അതിപ്പോ കുറച്ചും കൂടി ഔട്ട്ഡേറ്റഡ് ആയി മാറിയോന്നൊരു സംശയമുണ്ട്. കാരണം കണ്ടമാനം ചെയ്ത് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ട്.
ഇപ്പൊ ഓക്സിജൻ ഫേഷ്യൽ, നാനോ ഇൻഫ്യൂഷൻ ഫേഷ്യൽസ് ഒക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്സിജൻ ഫേഷ്യൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. ചിലപ്പോ നമ്മൾ ചെയ്യണത് നല്ലതാണ്, നമ്മുടെ മുഖത്തിന് നല്ലൊരു കൂളിംഗ് എഫക്ട് കിട്ടും. പക്ഷെ അതിനേക്കാളും ഡേഞ്ചറിലോട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ബോട്ടോക്സ് ഇഞ്ചക്ഷൻസും IV ഡ്രിപ്സ് ഒക്കെയാണ്. ഓക്കെ, ഈ IV ഡ്രിപ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ വിറ്റാമിൻസിന്റെ മിനറൽസിന്റെ ഒക്കെ IV അടിച്ചുകൊണ്ട് കയറ്റുക. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾ അഡ്വൈസ് ചെയ്യുമ്പോൾ തന്നെ പറയണം, അത്രയും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ. നമുക്ക് ചെയ്യുന്നതിലൊന്നും തെറ്റൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മുമ്പിലോട്ട് വരുന്നത് നമ്മൾ കാണാതെ കൂകമുണ്ടൊക്കത്തിൽ പോയി കെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബേസിക് കാര്യങ്ങൾ എന്താണെന്നെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്യരുത്, കുറെ കാര്യങ്ങൾ നമുക്കും അഡ്വൈസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ചിലത് നമ്മൾ ചെയ്യരുതെന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചക്ഷൻസ് ഇതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതും ചെയ്യാതിരുന്ന അത്രയും നല്ലതെന്ന് പറയുന്ന ഒരു സംഭവങ്ങളാണ്. ഈ കൊലാജൻ സ്റ്റിമുലേറ്റിംഗ് ആണ് സംഭവമൊക്കെ ശരിയാണെങ്കിലും, പക്ഷെ അതിന്റെ എഫക്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊലാജൻ ഡിമിനിഷിങ്ങും ബ്രേക്ക് ഡൗണും തുടങ്ങും. അപ്പൊ അപ്പൊ ചെയ്യുന്ന ഈ ഫേഷ്യൽസിന്റെ ഒക്കെ എഫക്ട് കുറഞ്ഞു വരുമ്പോൾ ഒരു സാഗിങ്ങും ഓൾഡ് ഏജ് ലുക്സും വരും. ഈ സാധനമൊക്കെ ഒരു പ്രാവശ്യം ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ കുറെ കേസുകളിലും ഈ ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ മുഖം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു 70, 80, 90 ഒക്കെ ലുക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ മമ്മൂട്ടിയുടെ ചില സമയത്തുള്ള കഴുത്ത് തന്നെ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഫേസ് ശ്രദ്ധിച്ചാൽ മതി. ഹീസ് ഇൻ ടു ഇറ്റ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറയാൻ പറ്റുന്നിടത്തോളം നമുക്ക് പറയാന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം ഇപ്പോഴത്തെ ജനറേഷൻ എന്തൊക്കെ കുന്തമാണ് ചെയ്തു കൂട്ടണം എന്നുള്ളത്. മൈക്രോ നീഡ്ലിംഗ്, ഓക്കെ, അത് ഞാൻ പറയാം, അത് വരുന്നുണ്ട്, അത് ഇതിന്റെ പുറയിലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് വേറൊരു ഭാഗമാണ്. ഇത് ഒക്കെ എന്താ പറയാ, നമ്മുടെ ബോഡിയിൽ കുത്തിവെക്കുന്ന സാധനങ്ങളും ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആണ്. മൈക്രോ നീഡ്ലിങ്ങും പിന്നെ ഇതൊക്കെ എന്താ പറയാ, സ്ക്രേപ്പിംഗ് ഒക്കെ. അതാണ് ഞാനൊന്ന് പറഞ്ഞത്, റേഡിയോ ഫ്രീക്വൻസി മൈക്രോ നീഡ്ലിംഗ്. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം. പക്ഷെ കൊലാജനോട്, അതായത് അത് ഒരു ഇത് വെച്ചിട്ട് എന്താ റേഡിയോ ഫ്രീക്വൻസി ആയിട്ടുള്ള സാധനം വെച്ചിട്ട് നമ്മുടെ എക്സ്റേ പോലെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അയ്യോ പോയോ? ഓക്കെ, അപ്പൊ അത് അങ്ങനെ. പിന്നെ ഒരു ജെറ്റ് പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ ലേറ്റസ്റ്റ് കുറെ ടെക്നിക്സ് ഉണ്ട്. ലൈറ്റ് തെറാപ്പി, അതൊക്കെ നമുക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ലൈറ്റ് തെറാപ്പി നമ്മളുടെ മെഡിസിൻസിന്റെ കൂടെ ഈ LED ലൈറ്റ് വെച്ചിട്ട് ഇത് ചെയ്യുന്ന കാര്യം, അതൊക്കെ നമ്മുടെ OP-യിലും നമുക്കും യൂസ് ചെയ്യാം വിത്ത് നമ്മളുടെ മെഡിസിൻസിന്റെ കൂടെ. ഓക്കെ, കെമിക്കൽ പീൽസ്, മൈക്രോ അബ്രേഷൻസ്, അങ്ങനെ കീമോതെറാപ്പി, ക്രയോതെറാപ്പി, ഇതൊക്കെ കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് സാലിസിലിക് ആസിഡും പിന്നെ നമ്മുടെ എന്താണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റിംഗ് സിറംസ്. ഏറ്റവും കൂടുതൽ ഫേസിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സിറംസ്. ഹൈലൂറോണിക് ആസിഡ് സിറം, ഹൈലൂറോണിക് ആസിഡ് സിറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ നമുക്ക് ആ മെഡിസിൻ ഉണ്ട്. നമുക്ക് ഇത് ഞാൻ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് പറയണത്. കാരണം വെച്ചാൽ നമ്മള് ചില സമയത്ത് നമുക്ക് ക്വിക്ക് റിസൾട്ട് വേണം. നമ്മൾ ന്യൂ ജനറേഷന്റെ കൂടെ പെട്ടെന്ന് ചിലപ്പോൾ അവർക്ക് വല്ല കല്യാണ ഫങ്ഷൻസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് കൊടുക്കണം. ഇന്ന് കഴിച്ചാൽ നെക്സ്റ്റ് റിസൾട്ട്സ് കൊടുക്കേണ്ടതുണ്ട്. മെഡിസിൻസ് ഉണ്ട്, ഓൾ അവർ മെഡിസിൻസ് ആർ ക്വിക്ക് ആൻഡ് ഫാസ്റ്റ്. പക്ഷെ അതിന്റെ കൂടെ ഇതും നല്ലൊരു നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ മെഡിസിൻസിനാണ് സാലിസിലിക് ആസിഡ് ഇല്ലേ, ഫോർമിക് ആസിഡ് ഉണ്ട്. ഫോർമിക് ആസിഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോർമിക് ആസിഡ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും, നമ്മുടെ വാട്സിന്. വാട്സ് ഒരു വൈറസ് ആണെങ്കിലും നമുക്ക് നമ്മളുടെ മെഡിസിൻസ് എക്സ്റ്റേണൽസിൽ ഞാൻ ചെയ്യണ കാര്യം ഞാൻ പറയാം. തുജ ടിഞ്ചറും പോഡോഫൈലം ടിഞ്ചർ. തുജ ടിഞ്ചർ നമ്മൾ എത്ര എടുക്കുന്നു, ഒരു 10 ml ആണ് തുജ ടിഞ്ചർ എങ്കിൽ ഒരു 1 ml 2 ml പോഡോഫൈലം ടിഞ്ചർ. അതിന്റെ കൂടെ ഫോർമിക് ആസിഡിന്റെ 98% സ്ട്രെങ്ത്തിലുള്ളത് വന്നിട്ട് അത് നമുക്ക് എത്ര കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ പറ്റുമോ, 98 എന്നുള്ളത് നമ്മൾ ഒരു 5 ml എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 drops 10 drops എടുത്തിട്ട് അതിന്റെ 4 ഇരട്ടി നമ്മളുടെ വെള്ളം ചേർക്കും.
ഡിസ്റ്റിൽ വാട്ടർ അല്ലെങ്കിൽ മറ്റേ നോർമൽ സലൈൻ ചേർത്തിട്ട് അത് നമ്മളുടെ മെഡിസിൻസിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ഗ്ലോ വരും, വാട്സ് പോവും, ഫോർമിക് ആസിഡ്സിന്റെ വാട്സ് പോവും. ഇതേപോലെ തന്നെ സാലിസിലിക് ആസിഡ് നമ്മളുടെ മെഡിസിൻ ആണ്, ടിഞ്ചറാണ്. പക്ഷെ ആ ടിഞ്ചർ നമ്മളുടെ ഇട്ട് കഴിഞ്ഞാൽ ആൽക്കഹോളിന്റെ എഫക്ട് കൂടി കൂടി വരും. സാലിസിലിക് ആസിഡും ഈ ആസിഡ് ലാക്ടിക്കം കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലർക്ക് ഭയങ്കര സ്കിൻ ഡ്രൈ ആയിരിക്കും, അതുപോലെ ചില ഭയങ്കര ഇത് വരും, ഒരു റഫ് എന്താ പറയുക സ്കെയിലിംഗ് പോലെയൊക്കെ വരും. ഇതല്ല നമ്മൾ സോറിയാസിസ് പോലെയല്ല, ജസ്റ്റ് ഒരു ചെറിയ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിനൊക്കെ ലാക്ടിക് ആസിഡ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഈ സിറം പ്രിപ്പയർ ചെയ്യണത് എങ്ങനെയാണ്? നമുക്ക് റോസ് വാട്ടറിൽ പ്രിപ്പയർ ചെയ്യാം, സാധാരണ വെള്ളത്തിൽ പ്രിപ്പയർ ചെയ്യാം, പിന്നെ ഹൈലൂറോണിക് ആസിഡ് അതിൽ ഈ സിറത്തിൽ തന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിയാസിനമൈഡ് സിറം വരുന്നുണ്ട്. ആ നിയാസിനമൈഡ് സിറം എന്ന് പറയുന്നത് അത് കിഡ്നിക്ക് വരെ ബാധിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ ടെൽ ദ പേഷ്യന്റ് ദാറ്റ് ഇത് ഉപയോഗിക്കരുത്. കാരണം ലാക്ടിക് ആസിഡ് ഒക്കെ മൈൽഡ് ആണ്, നമുക്കത് യൂസ് ചെയ്യാം. സ്കിന്നിൽ നിന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ തന്നെ മെഡിസിനൽ ആക്ഷനും കൂടി ഉണ്ട്, നമ്മൾ അത്രയും ഡയലൂട്ട്. പക്ഷെ ഈ നിയാസിനമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കിഡ്നി, കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിഡ്നി എപ്പോൾ പോകുന്ന പറഞ്ഞാൽ അതിപ്പോൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഗെറ്റിംഗ് അബ്സോർബ്. അത് ചിലപ്പോൾ ലോങ് റണ്ണിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സാലിസിലിക് ആസിഡ് നമുക്കുണ്ട്, ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണ്, അത് നല്ലോണം യൂസ് ചെയ്യാം. പക്ഷെ അത് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട്, ഇതൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരിക്കലും കൊടുക്കരുത്. സാലിസിലിക് ആസിഡ് നമ്മളുടെ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:9 ആണ്. അതായത് 100 ml ബോട്ടിൽ ഉണ്ടെങ്കിൽ 10 ml ആണ് സാലിസിലിക് ആസിഡ് വരുന്നത്, ബാക്കി 90 ml ഇതാണ് എന്താ പറയുക RS ആണ്. ഇനി അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ടാണ് മെഡിസിൻ കൊടുക്കുക, നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് കഴിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ 5 ഡ്രോപ്പിന്റെ കൂടെ നമ്മൾ പിന്നെ ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം. നമുക്ക് ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാറുണ്ട്, ഇറ്റ് ഈസ് അപ് ടു യു. ഞാൻ ശരിക്കും യൂസ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളുടെ അവിടെ സിറ്റി ആയതുകൊണ്ട്, പിന്നെ കോർപ്പറേറ്റ് കൾച്ചേഴ്സ് ആയതുകൊണ്ട് പിമ്പിൾസ് ഒരെണ്ണം കാണുമ്പോൾ തന്നെ അവർ പാനിക് ആവും. അപ്പൊ അവരെന്താ ചെയ്യണത്? ഈ സിറം ഉപയോഗിക്കും. വൈ ടു സ്പോയിൽ ദാറ്റ്? നമുക്ക് തന്നെ സിറം ഉണ്ടാക്കി നമുക്ക് തന്നെ കൊടുക്കാന്നുണ്ടെങ്കിൽ വൈ നോട്ട്? അതുപോലെ വിർജിൻ കോക്കനട്ട് ഓയിൽ, അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലാണ്. അതിൽ തന്നെ നമ്മളുടെ കാമോമില്ല ഇടാം, അലോവേറ ഇടാം, ടിഞ്ചറായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇഫ് യു ക്യാൻ ഗെറ്റ്, നിങ്ങൾക്ക് കാമോമില്ലയുടെയും അലോവേറയുടെയും എക്സ്ട്രാക്ട്സ് കിട്ടും. ഫോറെവർ എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ, ഇറ്റ്സ് വൺ ഓഫ് ദ US ബേസ്ഡ് കമ്പനിയാണ്. അതിൽ അലോവേറയുടെ എക്സ്ട്രാക്ട് കിട്ടും. അത് നിങ്ങൾക്ക് ഈ കോക്കനട്ട് വിർജിൻ കോക്കനട്ട് ഓയിൽ ഇടാം. ഓക്കെ, അങ്ങനെ അത് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് എപ്പോഴും നല്ലതാണ്. ഉള്ളിൽ കഴിച്ചാലും വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ്. പിന്നെ ക്ലിൻസിങ് ഒക്കെ ഈ അലോവേറ, നമ്മുടെ കാമോമില്ല, ഹൈഡ്രോകോട്ടയില്, പിന്നെ ബെർബറിസ് അക്യുഫോലിയം, കുറേ മെഡിസിൻസ് ഉണ്ട്. കാമോമില്ല ജബ്രാൻറ്റി, പിന്നെ ഏതാണ് ബെർബറിസ് അക്യുഫോലിയം. അങ്ങനെ നമുക്ക് ഒരു 10-15 ടിഞ്ചേഴ്സ് തന്നെ ഉണ്ട് നമുക്ക്. തുജ, ഇതൊക്കെ വെച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ അത് മുഖത്തൊന്ന് ക്ലീൻ ചെയ്യണത് എപ്പോഴും നല്ലതാണ്. സോ ദാറ്റ് ബാക്ടീരിയ ഡസൻ കം. ഓക്കെ, പിന്നെ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, അതൊന്നും ഞാൻ കോമൺ ആയിട്ടൊന്നും പറയണില്ല. പ്രോബയോട്ടിക്സ് ഇസ് വെരി ഗുഡ്. പ്രോബയോട്ടിക്സിന്റെ ഇപ്പൊ കേർഡ് വരുന്നുണ്ട്, പ്രോബയോട്ടിക് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, സ്കിന്നിന്റെ ഏത് കംപ്ലൈന്റ് ട്രീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ, കോസ്മെറ്റിക്കിലാണെങ്കിലും സ്കിൻ കംപ്ലൈൻസിലാണെങ്കിലും ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഏറ്റവും ഷോർട്ടർ ടൈം, ഇവൻ 1 മിനിറ്റിനുള്ള 2 മിനിറ്റ്സിനുള്ളിൽ കാക്കക്കുളി എന്ന് പറയുന്നത് അതാണ്. 1 മിനിറ്റിനുള്ളിലും 2 മിനിറ്റിനുള്ളിലും ചൂടുവെള്ളത്തിൽ കുളിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബോഡി ഓയിൽസ്, സ്കിന്നിന്റെ മുകളിൽ വരുന്ന ഓയില് പെട്ടെന്ന് ഇതായി പോകും, ഡ്രൈ ഔട്ട് ആയി പോകും. അപ്പൊ സ്കിൻ ഒന്നും കൂടിയും ഡ്രൈ ആവും. ഓക്കെ, പിന്നെ നമ്മുടെ അലോവേറ, കാമോമില്ല, ഇതൊക്കെയാണ് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് അരോമാറ്റിക് ഇത്. അപ്പൊ നമ്മളുടെ കയ്യിൽ ഈ സാധനം എടുക്കുമ്പോൾ എന്തിനാ വെറുതെ പ്രൊഡക്റ്റ് കളയണതും നമ്മൾ പുറത്ത് പോണതും. റോസ്മേരി, വിച്ച് ഹേസൽ എന്ന് പറഞ്ഞ നമ്മളുടെ മെഡിസിൻ ഉണ്ട്. ഓക്കെ, അതിന്റെ കോമൺ നെയിം ആണിത്.
റോസ്മേരി ഒക്കെ നമ്മളുടെ മെഡിസിൻ ആണ്. പെപ്പർമിന്റ് ഓയിൽ അതും നമ്മുടെ മെഡിസിൻ ആണ്. പെപ്പർമിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മെന്ത പെപ്പറേറ്റ, ആംല, ഹൈബിസ്കസ്, ഓക്കെ, വിറ്റാമിൻ സി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഇതൊന്ന് ഓക്കെ, ഇതാണ് എനിക്ക് പറയാൻ ഉള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പക്ഷെ നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻസും ഇല്ലാതെ നമ്മൾ വെറുതെ കയറിയിട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റേത് ചെയ്യരുത്, അത് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്ക് എഗെയിൻസ്റ്റ് ആണ്, ഇതൊന്നുമല്ല. നമ്മൾ എങ്ങനെ ഇതൊക്കെ ഹോമിയോപ്പതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മോഡേൺ നോളജും മോഡേൺ കാര്യങ്ങളും നമ്മുടെ ഹോമിയോപ്പതിയിൽ ബ്ലെൻഡ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. എനിവൺ കൻ ട്രൈ ദിസ്. ഓക്കെ, അപ്പോൾ ഞാനത് ഒന്ന് നിർത്തുന്നു. ഒന്ന് ഷെയർ ചെയ്തിട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു ദ ഓൾഡ് വൺ. ഓക്കെ, ഇതൊരു ബേസിക് ഇൻഫർമേഷന് വേണ്ടി മാത്രം ഞാൻ വിട്ടതാണ്. പക്ഷെ ഇതൊരു ഏറ്റവും വലിയ ഇതാണ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു 10 കൊല്ലം പുറകിലോട്ട് പോകും, അല്ലെങ്കിൽ ഒരു 50 കൊല്ലം പുറകിലോട്ട് പോകും. നമ്മുടെ മോഡേൺ ടെക്നിക്സും കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് പോകും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നോർമൽ നാച്ചുറൽ ആയിട്ട് ഹണി, ഷുഗർ, ഒലിയം സെന്റാലെ നമ്മുടെ മെഡിസിൻസിൽ ഒലിയം സെന്റാലെ, അതുപോലെ ഇത് എന്താ പറയുക, സാഫ്രോണിന്റെ നമ്മുടെ മെഡിസിൻസ് ഉണ്ട്. അതിന്റെ കംപ്ലീറ്റ് സാഫ്രോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഇത് കിട്ടുന്നില്ല. ഒലിയം ജക്കോറിസ്, ഹൈഡ്രോകോട്ടയില്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഹണിയൊക്കെ ശരിക്കും ഒരു ഫൈൻ ക്രൂസ് ആക്കണം, പൗഡർ ആക്കണം. ഹണിയല്ല, ഷുഗർ. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യാം. ഹൈഡ്രോകോട്ടയിലൊക്കെ നമുക്ക് ഇടാം. ഓക്കെ, പിന്നെ മെഡിസിൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൾഫർ, ഞാൻ അതിലോട്ടാണ് പോകുന്നത്. ആക്നെ റോസിയാസിയ, ഈസ്ട്രജൻ, ആട്രന്യൂറോസൈലീഷ്യ, ആക്നെ റോസിയാസിയക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. PCODയും കൂടി ഉണ്ടെങ്കിൽ ഈസ്ട്രജൻ നല്ലൊരു മെഡിസിൻ ആണ്. ഹൈഡ്രോകോട്ടയിൽ, സൾഫർ അയോഡ്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈസ്ട്രജൻ 30 നമുക്ക് മെഡിസിൻ ഉണ്ട് ഇപ്പോഴും. അത് PCOD വെച്ച് നോക്കുമ്പോൾ ഈസ്ട്രജൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ആസ്റ്റീരിയ റൂബ്രൻസ്, ജുഗ്ലൻസ് റീജിയ, കോസ്മെറ്റിക്സ്. പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ഏറ്റവും നല്ല ബോവിസ്റ്റ. ഏതെങ്കിലും കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ബിന്ദി ഒക്കെ ഇട്ടിട്ട് അലർജി വന്നു കഴിഞ്ഞാൽ, സ്കിൻ കംപ്ലൈൻസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്കാൽപ്പിലൊക്കെ ഇറപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ബോവിസ്റ്റ നല്ലൊരു മെഡിസിൻ ആണ്. അതുപോലെ ആൽക്കഹോളിക്സ് എന്ന് പറഞ്ഞാൽ പെമ്പിള്ളേരാവാം, ടീനേജേഴ്സ് ആവാം. പെമ്പിള്ളേർ ഇപ്പൊ ഒന്നും മോശമൊന്നുമല്ല. അവർ ആൽക്കഹോളിക്സിൽ വരുന്ന, അല്ലെങ്കിൽ ആൽക്കഹോൾ എടുത്തിട്ട് വരുന്ന പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് വരുന്നതിൽ ലിത്യം, ലഡം, ഇത് രണ്ടും നല്ലതാണ്. ഇൻറ്റുറേറ്റഡ് ആണെങ്കിൽ കാർബോ അനിമാലിസ് തിങ്ക് ചെയ്യാം. പിന്നെ സെക്ഷൽ ഇതാണെങ്കിൽ എക്സസ് കൊണ്ട് വരികയാണെങ്കിൽ ഇതൊന്നും കിട്ടൂല എന്ന് വിചാരിക്കരുത്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ആസിഡ് ഫോസ്. പിന്നെ നമുക്ക് കൊടുക്കാവുന്നത് അലോപേഷ്യ, സെലീനിയം, സിഫിലിൻ, അതൊക്കെ ഞാൻ പണ്ട് എടുത്തിട്ടുണ്ട്. എന്നാലും ടെസ്റ്റിസ്, പിന്നെ താലിയം, ആസിഡ് ഫ്ലോർ, തൈറോയിഡിനം, ബറേറ്റ, ഇത് ഞാൻ വേണമെങ്കിൽ കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പക്ഷെ അലോപേഷ്യക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാവുന്ന മെഡിസിൻസിൽ ഒന്നാണ്. ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ്. ഇപ്പൊ ഡോക്ടർ സാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിയുടെ എക്സ്പേർട്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓൾ താങ്ക്സ് ടു നമ്മുടെ കൊളീഗ്സും പല കേസുകൾ റെഫർ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വേറൊരു മെഡിക്കൽ സ്റ്റോറുകാരന്റെ തല കാണിച്ചിട്ട് പറയും, നീ പോയിട്ട് ആ ഡോക്ടറിനെ കാണിച്ചേക്കുന്നത്. അപ്പൊ അവരൊക്കെ എങ്ങനെ വന്നു എന്താണെന്നുള്ളത്, ദിസ് ഇസ് ഹൗ മൗത്ത് പബ്ലിസിറ്റി വരുന്നത്. പക്ഷെ അതിന് റിസൾട്ട് കൊടുക്കണം. നമുക്ക് ഈ ഒരു 5-6 മെഡിസിൻസ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ ഹെയർ ഓയിൽ. ഞാൻ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് പല ക്ലാസ്സുകളിലും ഉണ്ടാവും. ചിലപ്പോൾ യൂട്യൂബിൽ തപ്പിയാൽ ഇതൊക്കെ കിട്ടും. തൈറോയിഡിനം, ബെറൈറ്റാക്കാർ, താലിയം, ആസിഡ് ഫ്ലോർ. ഇപ്പൊ ഒരു ബ്യൂട്ടിഫുൾ കേസ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു കുട്ടിയുടെ ഒരു ടൊട്ടാലിസ് എന്ന് പറയും, ആസിഡ് ഫ്ലോറും സിഫിലിനും കൊടുത്തിട്ട് അത് ട്രീറ്റ്മെന്റിലാണ്. അതിന്റെ റിസൾട്ട് 2 ആഴ്ച മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അതിന്റെ ഫോട്ടോസ് ഞാൻ ഇടാം, ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് വരും. IFPHന്റെ ഗ്രൂപ്പിലോട്ട് ഇടാം. ഇപ്പൊ കാസർഗോഡ് ഒരു കേസ് ഇതുപോലെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് കുട്ടി. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഫൈനൽ ആയിട്ടുള്ളത് ഞാൻ ഈ ആഴ്ച ഇടും, അടുത്ത ആഴ്ച ഇടാം. ഇപ്പോൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ. അതുപോലെ കാർബൺകള്, ഗൺ പൗഡർ,
സ്കോലോപെൻട്ര എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. സ്കോലോപെൻട്ര കാർബങ്കൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. കാർബങ്കലിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് സ്കോലോപെൻട്ര. ഓക്കെ, ഇതിപ്പോ ഞാൻ കുറച്ച് നാളായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസിലാണ്. കാർബങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്കവാറും ഡയബറ്റീസ് ഉള്ളവർക്ക് കൊടുക്കുന്ന മെഡിസിൻസിൽ ഒന്നാണ്. നമുക്ക് റെയർ ആയിട്ട്, അതായത് ആ മാസത്തിൽ ഒരു 3, 4, 5 3-4 കേസുകളൊക്കെ ഇങ്ങനെ വരുള്ളൂ കാർബങ്കൽസ് ഒക്കെ. അപ്പൊ അതിൽ കൊടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് സ്കോലോപെൻട്ര. നിങ്ങൾ ബോഡിക്ക് എടുക്കുക, റീഡ് ദാറ്റ്. ഓക്കെ, കോൺസില് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആസിഡ് പിക്രിക്കം, ആന്റിം ക്രൂഡ്, ഹയർ ദ ബെറ്റർ, മോർ ദ പെയിൻ, ആന്റിം ക്രൂഡ് ഇസ് ദ ബെസ്റ്റ്. സൾഫർ നല്ലൊരു മെഡിസിൻ ആണ്, പക്ഷെ സൾഫർ നമുക്ക് കൂടുതൽ ഹയർ പൊട്ടൻസിയിലോട്ട് പോകാൻ പറ്റില്ല. ആന്റിം ക്രൂഡ് 10 m, ആസിഡ് പിക്രിക്കം 10 m, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇങ്ങനെ ഞാൻ കുറച്ച് നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതിയൊക്കെ ഒന്ന് മനസ്സിൽ വന്നതൊക്കെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് പറയാം. ഓക്കെ, ഹീമോടോക്സിലോൺ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. കിട്ടൂല എന്നൊന്നും പറയരുത്, കിട്ടിയത് കൊണ്ടാണ് ഈ പറയുന്നത്. കിട്ടും. ഹീമോടോക്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാക്ടസിന്റെ ഒക്കെ പോലെ ചുമയ്ക്കും, അല്ലെങ്കിൽ ചെസ്റ്റിൽ ഒരുമാതിരി വലിയൊരു കൺജക്ഷൻ വരും. അതിന് ബെസ്റ്റ് ഒരു മെഡിസിൻ ആണ് ഹീമോടോക്സിലോൺ. ഓക്കെ, കയോലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കയോലിൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ആന്റിം ടാർട്ടിന്റെ ഓൾമോസ്റ്റ് ആന്റിം ടാർട്ട്, ഇപ്പിക്കാക്ക്, അങ്ങനെയുള്ള വെറ്റ് നമ്മൾ ഇത് പറയൂല, ക്രിപ്സും റാറ്റ്ലിംഗ് ഒക്കെ ഉള്ള മെഡിസിൻസിൽ കൊടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് കയോലിൻ. ടോപ്പിക് സ്കിന്ന് തുടങ്ങിയെങ്കിലും ഡോക്ടർ സാദത്തിനോട്ട് ഒപ്പം എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ പറയാൻ തോന്നുന്നു. അപ്പൊ കയോലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നമ്മുടെ ആന്റിം ടാർട്ട് ഇതൊക്കെ വരുന്ന ആ ഗ്രൂപ്പിൽ തന്നെ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് കയോലിൻ. ഓക്കെ, പിന്നെ ഹെപ്പാറ്റിക്ക നിങ്ങളുടെ അടുത്ത് ഉണ്ടോന്ന് അറിയില്ല. ഹെപ്പാറ്റിക്ക എന്ന് പറയുന്നത് ത്രോട്ട് ആയിട്ട് എന്ത് റിലേറ്റഡ് ആയിട്ട്, നമ്മുടെ വയറ്റിയൊക്കെ പോലെ ത്രോട്ട്, ഫൈലറ്റലൊക്കെ, സോർ ത്രോട്ട്, ഇൻഫ്ലുവൻസിന എന്ന് പറഞ്ഞ ഇപ്പോ പനി, ഇപ്പൊ ഇൻഫ്ലുവൻസിൻ ഫീവർ, ത്രോട്ട് ആണ് കൂടുതൽ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ ഹെപ്പാറ്റിക്ക. ടിഞ്ചർ കിട്ടും, 30 കിട്ടും. ഞാൻ ടിഞ്ചറും 30 കൊടുക്കുന്ന ആളാണ്. ഓക്കെ, പിന്നെ ചില സമയത്ത് എന്നെ സർപ്രൈസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഇഗ്നേഷ്യ. നമ്മൾ ചിന്തിക്കാത്തതാണ് ഇഗ്നേഷ്യ. നമ്മൾ ചിന്തിക്കാത്ത സിംറ്റംസ് നമ്മളെ കൊണ്ടുവന്ന് തരുന്ന ഒരു മെഡിസിൻ ആണ് ഇഗ്നേഷ്യ. സിംറ്റംസ് എന്ന് പറയുന്നത് ഫോളിക്കുലർ ടോൺസിലൈറ്റിസിന് എത്ര പേര് ഇഗ്നേഷ്യ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഫോളിക്കുലർ ടോൺസിലൈറ്റിസിനും പെയിൻഫുൾ പൈൽസിനും. ഓക്കെ, കാരണം വെച്ചാൽ ഇഗ്നേഷ്യയുടെ മൈൻഡ് തന്നെ നോക്കിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മൈൻഡാണ്. അതായത് എല്ലാം കോൺട്രാഡിക്ടറിയാണ്. എല്ലാം എന്താ പറയാ, നമ്മൾ ചിരിക്കുമ്പോ എന്താ പറയാ, ജോക്ക് അടിക്കുമ്പോൾ അയാൾ ചിരിക്കില്ല, ജോക്ക് അല്ല സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ അയാൾ ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള മൈൻഡുള്ള ഇഗ്നേഷ്യാണ്. അപ്പൊ നമ്മൾ പൈൽസിനൊന്നും ഇഗ്നേഷ്യ ചിന്തിക്കാറ് പോലും ഇല്ല. ബട്ട് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ പൈൽസ്, അതും പെയിൻഫുൾ പൈൽസ്. ഓക്കെ, ഹെമറോയിഡ്സിന്, ഫോളിക്കുലർ ടോൺസിലൈറ്റിസ് ചിന്തിക്കേണ്ട ഒരു മെഡിസിനും കൂടിയാണ് ഇഗ്നേഷ്യ. ഹെഡോമ, മൗത്ത് അൾസേഴ്സ്, ഗ്യാസ്ട്രിക് അൾസർ. ഹെഡോമ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് മൗത്ത് അൾസേഴ്സിനും എനി ടൈപ്പ് ഓഫ് അൾസർ, ഗ്യാസ്ട്രിക് അൾസറിനും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കാലി ഗ്രൂപ്പ്. അതുപോലെ നാട്രമ്യൂറിന്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ചുണ്ട് നടുവിൽ വിട്ട് കയറും. ഈ ലോവർ ലിപ്പ് ക്രാക്സ് വന്നിട്ട് നടുവിൽ ഒരു നല്ലൊരു ക്രാക്ക് വരും. നമ്മുടെ നാട്രമ്യൂറിന്റെ ടങ് എന്താണ്, മാപ്ഡ് ടങ് വിത്ത് ക്രാക്സ് ഇൻ ദ സെന്ററോ. അതേപോലെ എല്ലാ ലിപ്സ് പോലും ഇതാണ്, ഇതെന്താ പറയാ, ക്രാക്സ്. ഇപ്പൊ ലിപ്സ്റ്റിക് കൊണ്ടുള്ള അലർജി കൊണ്ട് ക്രാക്സ് വരാം, പല കാരണം കൊണ്ട് ഇത് വരും. ഓക്കെ, ലിപ്സ് നമ്മൾ മുറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആദ്യം നമ്മൾ ആലോചിക്കുന്ന മെഡിസിൻ ആണ് കോണ്ടുറാഗോ, പിന്നെ എന്താ പറയാ, റിട്ടാനിയ, അങ്ങനെയുള്ള കുറെ മെഡിസിൻ. പക്ഷെ അതിന്റെ കൂടെ ക്ലെമാറ്റിസ് ഒന്നും ചിന്തിക്കാം കേട്ടോ. പല കാരണം കൊണ്ട് ലിപ്സ്റ്റിക്സ് വരുന്ന ബോവിസ്റ്റ കോസ്മെറ്റിക്സ് കാരണം വരുന്നത്. ഓക്കെ,
പിന്നെ ഇപ്പോഴത്തെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മെർക്സോൾ. മെർക്കുറിയുടെ അംശം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് മാതൃഭൂമിയിലുണ്ടായിരുന്നു, വലിയ കോൺട്രവേഴ്സി ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ ആണ് മെർക്സോൾ. ഹയർ പൊട്ടൻസിയിൽ അത് കോൺട്രഡിക്ട് ചെയ്യും, അത് ഹീലും ചെയ്യും. ഓക്കെ, മെർക്സോൾ മെർക്ക് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ബട്ട് അതൊക്കെ എത്രത്തോളം വിൽ ഹാവ് ടു തിങ്ക് അബൌട്ട് ഓൾ ദാറ്റ്. ഓക്കെ, ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു മതിയായി. ഇതുപോലെ ഒരെണ്ണം കിട്ടിയപ്പോ നമ്മൾ കൊടുത്താണ് മെർക്സോറും ഇതുപോലെ കോൺട്രാഗും പിന്നെ ക്ലമാറ്റീസും കൊണ്ടാണ് അത് ക്ലിയർ ചെയ്തെടുത്തത്. അപ്പോൾ ഒന്ന് കിട്ടിയാലേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് ആലോചിക്കാം. നമുക്ക് നല്ലൊരു മെഡിസിൻസ് ആണ്, നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വല്ലപ്പോഴും ട്രൈ ചെയ്ത് നോക്ക്. ഒരു പ്രാവശ്യം ഇഫ് യു ട്രൈ ദിസ് മെഡിസിൻ യു വിൽ ബി എ ഫാൻ ഓഫ് ദിസ് മെഡിസിൻ. ക്ലമാറ്റീസ് നല്ലതാണ്. ഡ്രൈനെസ്, അതായത് ലിപ്സ്റ്റിക് ഒക്കെ പറ്റിയിട്ട് ചുണ്ടിന് ഡ്രൈനെസ് വരുമല്ലോ. ഞാൻ സാധാരണ എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത് ബട്ടറാണ്. സോൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല, അൺസോൾട്ടഡ് ബട്ടർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, സോൾട്ടഡ് ആണെന്ന് മിക്കവാറും നമുക്ക് കിട്ടും. പക്ഷെ ലിപ്സിലൊക്കെ ഒന്ന് പറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ് വരും, ക്രാക്സ് പെട്ടെന്ന് ഹീലും ചെയ്യും വിത്ത് അവർ മെഡിസിൻസ്. ഓക്കെ, കാലൻഡുലൊക്കെ കൊടുക്കാം. പക്ഷെ കാലൻഡുലൊക്കെ കൊടുക്കുമ്പോൾ അത് ഭയങ്കര വേദനയായിരിക്കും, നമ്മൾ പറയണ പോലെ ഒന്നും അല്ല. അൾസേഴ്സ് ഒക്കെ നല്ല വേദന വരും. എഗെയിൻ ഡ്രൈനെസ് ഓഫ് ലിപ്സിന് നാട്രമ്യൂറിൻ, നെക്സ് മൊസ്കട്ട ആൻഡ് സിംഗം മെറ്റ്. സിംഗം വലേറിയാനും ഉണ്ട്, സിംഗം മെറ്റിന്റെ നമ്മൾ ഇതൊക്കെ നോക്കണ്ട. സിംഗം വരുമ്പോ എല്ലാ സിംഗം ഗ്രൂപ്പിനും ഡ്രൈനെസ്സും എല്ലാ കാര്യങ്ങളും, ഡ്രൈനെസ് ഏറ്റവും കൂടുതലാണ്. സിംഗം മെറ്റ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് ഇതില് നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റി ഇഫ് യു ടോക്ക്, നമ്മൾ പറയണതിന്റെ തിരിച്ച് ആ പേഷ്യന്റ് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ആ തർക്കുത്തരം പോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണത്. ഓക്കെ, 15 മിനിറ്റ്. പിന്നെ സ്റ്റൊമറ്റൈറ്റിസ്, ലാക്ടിക് ആസിഡ് ഞാൻ പറഞ്ഞു. ലാക്ടിക് ആസിഡിന്റെ വേറൊരു സിംറ്റം കൂടിയാണ്. ലാക്ടിക് ആസിഡ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഫൈബ്രോമയാൾജിയ. അതിന്റെ കൂടെ ബ്രസ്റ്റ് ട്യൂമേഴ്സ്, എസ്പെഷ്യലി ക്യാൻസർ ട്യൂമേഴ്സ് വിത്ത് ആക്സിലറി ആബ്സസ് ഇൻവോൾവ്മെന്റ്, ആ പെയിൻ റേഡിയേറ്റിംഗ് ടു ദ ഹാൻഡ്, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ആണെങ്കിൽ കയ്യിലോട്ട് വരുന്നത്, ബ്രൗൺസ് എഡിമ എന്നൊക്കെ പറയില്ല നമ്മൾ. ചിലപ്പോൾ അത് ഇത് കളഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. പക്ഷെ ബ്രൗൺസ് എഡിമയ്ക്കും ഫസ്റ്റ് ഓർ സെക്കൻഡ് സ്റ്റേജ് CA അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മെറ്റാസ്റ്റാസിസ് ഒക്കെ വരുന്ന കേസുകളിൽ ലാക്ടിക് ആസിഡ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. നിങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ്, അല്ലാതെയും നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ, ഓക്കെ. ലിവർ സ്പോട്സ്, അർജന്റൈൻ നൈട്രിക്കം, ട്യൂബർക്കുലിനും മെഡോറിനം. ലിവർ സ്പോട്സിനും മെഡോറിനം, അതിന്റെ കൂടെ നമുക്ക് ചിന്തിക്കുന്ന ലിവർ സ്പോട്സിന്റെ കൂടെ നമുക്ക് ലിവർ പോർട്ടൽ ഹൈപ്പർ ടെൻഷന് ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ ആണ് എസ്കുലസ് ഗ്ലാബ്ര. ഇന്നലെ കൂടി ഒരു ഡോക്ടർക്ക് ഒരു ഡിസ്കഷൻ ഉണ്ടായുള്ളൂ. ബെഡ്സോർ ഒക്കെ നിങ്ങൾക്കറിയാം. കോമഡോൺസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വരുന്ന പിന്നെ യുജീനിയ ജംപോലിസ്. അതിന്റെ കൂടെ കുപ്രമെറ്റ് പോലെ വരുന്നതൊന്നാണ് നൈറ്റ്ലി ക്രാമ്പ് ഇൻ ദ സോൾസ് ഓഫ് ദ ഫീറ്റ്. സമ്പലും നല്ലൊരു മെഡിസിൻ ആണ്. സമ്പലിന്റെ ഇത് നിങ്ങളൊന്ന്, ഇതൊക്കെ 1 ലൈൻ ഇറ്റാലിക്സ് ആണ്. സമ്പൽ ഇസ് ഓൾസോ വൺ മെഡിസിൻ. കുപ്രമെറ്റ് പോലെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ ആണ് യുജീനിയ ജംപോലിസ് ഫോർ ദ ക്രാംസ് ഓഫ് ദ ഫീറ്റ്. പിന്നെ എക്സിമയ്ക്ക് നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് ചിന്തിക്കാറുണ്ട്, അതിന്റെ കൂട്ടത്തില് ചിന്തിക്കാവുന്ന മെഡിസിൻ കോമൺ ആയിട്ട് കുറേ മെഡിസിൻസ് ഉണ്ട്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഓക്കെ, ക്ലമാറ്റിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ക്ലമാറ്റിസ് നമുക്ക് ഇതിലും നല്ലതാണ്. ക്ലമാറ്റിസ് നമ്മുടെ മെൻസ്ട്രുവൽ കംപ്ലയിൻസിന് നല്ലതാണ്. അതിന്റെ കൂടെ സൈക്ലമൻ നമ്മൾ ചിന്തിക്കാം. എന്തിന്? കണ്ണിന്റെ ഇത് എന്താ പറയുക, ഫ്ലിക്കറിങ് മാത്രമല്ല, സൈക്ലമൻ നിങ്ങൾക്ക് എന്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് കണ്ണിന്റെ ഒരു വാസ്കുലർ റപ്ചർ ഉണ്ടായിരുന്നു കണ്ണിന്റെ കുറച്ച് നാൾ മുമ്പ്.
കുറച്ച് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ശാന്ത ഡോക്ടറുടെ ഹസ്ബൻഡ് മരിച്ച ചന്ദ്രൻ ചേട്ടൻ മരിച്ച ആ ദിവസമൊക്കെ ഞാൻ ഇതിന്റെ പുറകിലായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ബോത്രോപ്സ് ഇത് ഇപ്പോഴും ഇരിപ്പുണ്ട് ഇവിടെ, അതുകൊണ്ടില്ലേ, ഫോസ്ഫറസ്, ബോത്രോപ്സ്, സിംഫൈറ്റം, ഇതേ മെഡിസിൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മെഡിസിൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസർ ചെയ്യാം, പക്ഷെ ലേസർ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ബോത്രോപ്സും ക്രോട്ടാലസ് ഹോറിഡസ് വാസ്കുലർ ഇതൊക്കെ പെട്ടെന്ന് വലിക്കാൻ പറ്റും. അതിന്റെ കൂടെ അഡ്രിനാലിൻ, ഈ 3-4 മെഡിസിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വാസ്കുലർ, സിംഫൈറ്റം, പിന്നെ സിനബെറിസിന്റെ ഒരു മെഡിസിൻ എന്ന് വെച്ചാൽ ക്രോണിക് റെഡ്നെസ്, നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും സിനബെറിസ്. ഓക്കെ, ഈ മെഡിസിൻസ്, എക്സിമ ബിഹൈൻഡ് ഇയേഴ്സ്, ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന കേസുകളാണ്. അതില് ക്രൈസറോബിനും നല്ലൊരു മെഡിസിൻ ആണ്. സ്ക്രോഫുലേറിയ നൊഡോസ ഇഫ് ദർ ഇസ് എ നമ്മുടെ ലിംഫ് ഗ്ലാൻസ് ഇൻവോൾവ് ആണെങ്കിൽ. ഓക്കെ, എക്സിമ ഓഫ് ദ ജോയിന്റ്സ്, നമ്മുടെ എക്സിമ ഓഫ് ദ ജോയിന്റ്സ് എപ്പോഴാണ് വരിക? കാലിന്റെ മുട്ടിന്റെ പോപ്പുലർ ഏരിയയിലൊക്കെ വരുന്നത്, പിന്നെ കൈയിന്റെ ഇവിടെ കുട്ടികൾക്ക് കൂടുതൽ കാണും. നാട്രമ്യൂർ ഒരു നല്ലൊരു മെഡിസിൻ ആണ്. വേറെ സിംറ്റംസ് ഒന്നും ചിലപ്പോൾ കിട്ടില്ല, ഇച്ചിങ് ഒന്നും കുട്ടികൾക്ക് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. നൈട്രിക് ആസിഡ്, ചാപ്പിങ്ങിനൊക്കെ നൈട്രിക് ആസിഡ് ഒക്കെ കൊടുക്കുന്ന പോലെ ചിലപ്പോൾ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല, കുട്ടി ചൊറിയുന്നുണ്ടോ. 1 വയസ്സുള്ള കുട്ടികൾക്ക് നമുക്ക് കൂടുതൽ സിംറ്റംസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ലൊക്കേഷൻ വെച്ച് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസിൽ ഒന്നാണ് നാട്രമ്യൂർ, എത്തൂസ, മാൻസിനല്ല. ഓക്കെ, എക്സിമ ഓഫ് ദ സ്കാൽപ്പ്, മെസേറിയം ടോപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് മെഡിസിൻസിൽ ഒന്നാണ്, നമുക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻസ് ആണ് സെലീനിയം, ഒലിയാൻഡർ. ഓക്കെ, ഒലിയാൻഡർ നല്ലൊരു മെഡിസിൻ ആണ് എക്സിമ ഓഫ് ദ സ്കാൽപ്പ്. ഡ്രൈ ആണെങ്കിൽ ഒലിയാൻഡർ ഈസ് ദ മോസ്റ്റ് ഇൻഡിക്കേറ്റഡും, സെലീനിയം നമുക്ക് ചിന്തിക്കാം. വെറ്റ് ആണെങ്കിൽ നമുക്ക് മെസേറിയം അങ്ങനെയുള്ള മെഡിസിൻസ്, ഗ്രാഫൈറ്റിസ് അങ്ങനെയുള്ള മെഡിസിൻസിലോട്ടൊക്കെ പോവാം. ഗ്രാഫൈറ്റിസ് ഞാൻ 100 പ്രാവശ്യം പറയും, ആര് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഗ്രാഫൈറ്റിസ് കൊടുത്ത അഗ്രവേഷൻ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയാം 99% 30 പൊട്ടൻസിയില് അഗ്രവേഷൻസ് വളരെ 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 കുറവാണ്. ഇല്ല എന്നൊന്നും ഞാൻ 200ഉം ഹയറിലൊക്കെ പോയി കിട്ടാറുണ്ട്, പക്ഷെ 99% കേസസിന് റെയറായിട്ട് 1-2 കേസസിൽ ചിലപ്പോൾ നമ്മൾ ഗ്രാഫൈറ്റിസിന്റെ അഗ്രവേഷൻ ആണോ അത് വേറെ ഏതെങ്കിലും മെഡിസിൻസ് ചിലപ്പോൾ 2 മെഡിസിൻ ഒക്കെ കൂട്ടി കൊടുക്കുമ്പോൾ അതിന്റെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഗ്രാഫൈറ്റിസ് കൊടുത്തിട്ടുള്ള ഒരു കേസിനും എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഇത്. പിന്നെ എക്സിമ ആഫ്റ്റർ സീ ബാത്ത്, ഇപ്പൊ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പുതുവൈപ്പ് ബീച്ച്, ചെറായി ബീച്ച്, കുഴിപ്പുള്ളി ബീച്ച്, ഞാൻ ഇരിക്കുന്നത് ഒരു 3-4 കിലോമീറ്റേഴ്സ് ഫ്രം ബീച്ചാണ്. മാക്സിമം പോയ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഉണ്ടാവും. പുതുവൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് 10 മിനിറ്റ് കൊണ്ട് എന്റെ ക്ലിനിക്കിലോട്ട് എത്തുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബീച്ച് ഉണ്ട്. നിങ്ങൾ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ പുതുവൈപ്പ് ക്രിസ്മസ് സെലിബ്രേഷൻസും പുതുവൈപ്പ് ഇതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു 3-4 കേസുകൾ വന്നപ്പോൾ ഞാൻ ഇത് കുറെ മെഡിസിൻ നമ്മൾ പെട്രോളിയം ഒക്കെ കൊടുത്തിട്ട് രക്ഷയില്ല, നമ്മൾ പിന്നെ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ മെഡിസിൻ ആണ്. പിന്നെ ഇങ്ങനെ നമ്മൾ ചോദിക്കും, ചിലര് പുഴയുടെ അടുത്ത് വീടുണ്ടാവും, അപ്പോൾ പുഴയിൽ പോയിട്ടുണ്ടാവും, അതിൽ ഉപ്പുവെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ കടലിൽ പോയിട്ടുണ്ടാവും, ഈ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള സ്ഥലമാണ്. അങ്ങനെ എക്സിമ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നാട്രമ്യൂർ. ഓക്കെ, വിഴിഞ്ഞം അങ്ങനെയൊക്കെ ഭാഗത്തുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാം. ഫിഷേഴ്സ് ചാപ്സ്, സരസപ്പെരില്ല, മലാൻഡ്രിനം, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്, നല്ലൊരു മെഡിസിനിലൊന്നാണ്. സിസ്റ്റസ് കനഡൻസിസ്, ഫിഷർ ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ മൗത്ത് അൾസേഴ്സ് ഒക്കെ വന്ന് നാവൊക്കെ പൊട്ടി അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സ്, ഏത് സബ്മാൻഡിബുലർ ഗ്ലാൻഡ് ഒക്കെ സ്വല്ലനാണെങ്കിൽ, ലിംഫ് നോഡ്സ് സ്വല്ലനാണെങ്കിൽ സിസ്റ്റസ് കനഡൻസിസ്. ഹെർപ്പിസ് ഓഫ് ദ ഫോൾഡ്, ഹെർപ്പിസ് അഗെയിൻ ജോയിന്റ്സിൽ വരുന്ന പോലെ നമുക്ക് ആലോചിക്കാവുന്ന മെഡിസിൻ ആണ് ഇത് നാട്രമ്യൂർ. പ്രൂറൈറ്റിസ്, ചൊറിച്ചില്. ഓക്കെ, ചൊറിച്ചിൽ ഈ ഒരു ഇത് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. പ്രൂറൈറ്റിസ്, സാധാരണ പ്രൂറൈറ്റിസും ചൊറിച്ചിലാണ് ഡോക്ടർ. ഇപ്പൊ 4 ദിവസമായിട്ട് 2-3 കേസ് വരുന്നുണ്ട്. പക്ഷെ അത് കേസിട്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നിങ്ങളുടെ ക്ലിനിക്കിൽ എപ്പോഴും ഉപയോഗത്തിൽ വരും.
മിക്കവാറും ഈ സ്കിന്നിൽ ചിലപ്പോൾ ജോയിന്റ്സ് ഈ PCOD ഉള്ളവർക്ക് സ്കിൻ അലർജീസും സ്കിൻ റാഷസും കൂടുതലാണ്. അപ്പൊ ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ 15, 16, 17 ആ ഒരു ഏജോ അല്ലെങ്കിൽ കൂടുതൽ വരുന്നവർ മിക്കവാറും സ്ലീവ്ലെസ് അല്ലെങ്കിൽ വാക്സിൻ ഒക്കെ ചെയ്യുന്നവര് വിത്ത് PCOD ഉണ്ടെങ്കിൽ പ്രൂറൈറ്റിസ് ഇങ്ങനത്തെ കേസുകൾ മോർഫിനം, റേഡിയം, റൂമക്സ്, ആംപ്ര, ക്ലെമാറ്റിസ് മിക്കവാറും ഇതിൽ തീരും. പക്ഷേ PCOD ആദ്യം കറക്റ്റ് ചെയ്യണം. സ്കിൻ നമുക്ക് ഏറ്റവും ആദ്യം പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യേണ്ടത് സ്കിന്നാണ്. കാരണം അതായിരിക്കും അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസേൺ. നമ്മൾ ഈ ഹോർമോണൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും അതെല്ലാവർക്കും വേണ്ടത്. പ്രത്യേകിച്ച് സ്ലീവ്ലെസ് ഒക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ആദ്യം സ്കിൻ കംപ്ലൈൻറ്റ് മാറ്റിയെടുക്കണം. ബാക്കി നമുക്ക് പുറയിൽ നിർത്തും. ഓക്കെ. പ്രൂറൈറ്റിസ്, അഗ്രവേഷൻ, അൺഡ്രസ്സിങ്. ഡോക്ടറെ ഞാൻ പുറത്തുനിന്ന് പോയി വന്നിട്ട് ഞാൻ ഷർട്ടും പാൻറ്റും മുണ്ടൊക്കെ ഊരുമ്പോൾ വരുന്ന ഭയങ്കര ചൊറിച്ചിൽ വരും. നമ്മുടെ ഏറ്റവും ആദ്യത്തെ മെഡിസിൻ റൂമക്സ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഈക്വൽ ആയിട്ട് തന്നെ വരുന്നതാണ് മെനിസ്പെർമം എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. മെനിസ്പെർമം, ഒലിയാൻഡർ, ഈ രണ്ട് മെഡിസിനും റൂമക്സ് എന്തായാലും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ മെഡിസിനും ഉണ്ട്. ഞാൻ അതൊന്നും കണക്കി കൂട്ടുന്നില്ല. പക്ഷെ ദിസ് ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. മെനിസ്പെർമം എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. ഒരിക്കലും വായിക്ക്. ഒലിയാൻഡർ അതും ഉണ്ട്. ഒലിയാൻഡർ നല്ലൊരു മെഡിസിൻ ആണ് ഈ ഇങ്ങനെയുള്ളത്. പിന്നെ സോറിയാസിസിന് ഞാൻ കൂടുതൽ പോകുന്നില്ല. പക്ഷെ അത് കുറേം കൂടി ഡെപ്തിൽ കേസ് എടുത്ത് അതാക്കണം. പക്ഷെ ചിലപ്പോൾ നമുക്ക് അക്യൂട്ട് ആയിട്ട് വരുന്ന ചൊറിച്ചിലൊക്കെ നിർത്താം. പ്രൂറൈറ്റിസ് ഓഫ് ദ സോറിയാസിസിൽ അതിൽ ഫോസ്ഫറസ് വൺ ഓഫ് ദ ബെസ്റ്റ്. എങ്ങനെ കറങ്ങി തെറിഞ്ഞാലും എവിടെയെങ്കിലും ഒരു ഫോസ്ഫറസ് ഇന്ന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. ഫോസ്ഫറസ് നല്ലൊരു മെഡിസിൻ ആണ് ചൊറിച്ചിലിന്. മെങ്കാനം അസറ്റിക്കം. മെങ്കാനം അസറ്റിക്കം ഫോൾഡ്സിലും നല്ലതാണ്. ഓക്കെ. പയോണിയ അൾസേഴ്സിൽ. ഓക്കെ. സിഫിലിനം വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് അൾസേഴ്സ്. അൾസേഴ്സ് സ്പെഷ്യലി. പിന്നെ സിഫിലിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ സ്നഫിൾസ്, ടേർഷറി സ്നഫിൾസ്. സ്നഫിൾസും ചെറിയ ഈ ന്യൂ ബോണിൽ അല്ലെങ്കിൽ നിയോനാറ്റൽ കിഡ്സിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്നഫിൾസും നോസ് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്ക്. അല്ലാത്ത സ്നഫിൾസ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇടുക തോളത്ത് ഇടുമ്പോഴോ അല്ലെങ്കിൽ കെടുത്തുമ്പോഴൊക്കെയാണ്. അപ്പോൾ അത് തൈമസ് ഗ്ലാൻഡിന്റെ വലിപ്പം വരുമ്പോൾ ആ ഒരു ശബ്ദം വരും. അതിന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് സ്നഫിൾസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരും. സ്നഫിൾസിന് നമ്മൾ ഒറിജിനൽ സ്നഫിൾസ് ആണെന്ന് നമ്മൾ 100% ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ സിഫിലിനം ഒന്ന് ഹയർ പൊട്ടൻസിയിലാണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 1 ഒരു ഡോസെങ്കിലും കൊടുത്തിട്ട് തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ 30 നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പ്ലസ് നിങ്ങൾക്ക് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ബാക്കി കാര്യം. വേറെ ഏതെങ്കിലും മെഡിസിൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ. പക്ഷെ സിഫിലിനത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഹലോ ഡോക്ടറെ, നമുക്ക് ഒന്ന് നിർത്തിയാലോ? 4 മിനിറ്റേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഡിസ്കഷൻസിലോട്ട് പോവാം. ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയൊരു ക്ലാസ്സിലാകാം. ഉണ്ട്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ആഡ് ഓൺസ് വരും. നമുക്ക് ഒരു ക്ലാസ്സിന് മുമ്പുള്ള പ്രിപ്പറേഷൻ നമുക്ക് കിട്ടുന്ന സമയമല്ലേ ഇത് ചെയ്യാം. ഓക്കെ സാദത്ത് ഡോക്ടറെ, വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോയി. ഒരുപാട് മെഡിസിൻസ് നമ്മൾ റയറായിട്ടുള്ളതും നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് ഒരുപാട് മെഡിസിൻസ് ഡോക്ടർ പറഞ്ഞു. വളരെ നല്ലൊരു സെഷനായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ളവർ പെട്ടെന്ന് ചോദിക്കുക. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത്. നമ്മുടെ IUPHന്റെ വേദികളിൽ നമ്മുടെ സൂമിലൊക്കെ പല പ്രാവശ്യം വന്നിട്ടുള്ള നന്ദകുമാർ IAS ഇന്നിപ്പോൾ വൈകിട്ട് നിര്യാതനായ വിവരം നമ്മളെ എല്ലാവരും അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. അദ്ദേഹം നമ്മളോട് ഹോമിയോപ്പതിയോട് ഒത്തിരി ആത്മിക്യം പ്രവർത്തിക്കുകയും വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം നമ്മുടെ അടുത്ത് നമ്മുടെ സൂമിൽ വന്ന് നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടീവായിട്ട് പല കാര്യങ്ങളും നമുക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തന്നിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അകാല വിയോഗത്തിൽ നമ്മൾ IUPHന്റെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു.
അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് 1 മിനിറ്റ് മൗന പ്രാർത്ഥന നടത്താം. താങ്ക് യു. ഓവർ ടു ഡോക്ടർ ഷൈല. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സെപ്റ്റംബർ 28-ന് എറണാകുളം താജ് വിവാന്തയിൽ വെച്ച് നടത്തുന്ന നമ്മുടെ 5 വർഷം പൂർത്തിയായ സെലിബ്രേഷൻസിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കണം. ഒട്ടും താമസിയാതെ തന്നെ എല്ലാവരും അതിന്റെ ഡെലിഗേറ്റ് ഫീ അടച്ച് രജിസ്റ്ററും ചെയ്ത് എല്ലാവരും പങ്കെടുക്കുവാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി 1 മിനിറ്റാണുള്ളത്. ആർക്കെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഡോക്ടറോട് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സ്കിന്നിന്റെ മെഡിസിനാണ് ഡോക്ടർ ഓടിച്ച് പറഞ്ഞു പോയത്. അതിനോടൊപ്പം തന്നെ ഒത്തിരി മറ്റ് ആക്ഷൻസ്, മറ്റ് സിസ്റ്റങ്ങളിലുള്ള ആക്ഷൻസും ഡോക്ടർ സ്പീഡിൽ പറഞ്ഞു പോയി. എന്തെങ്കിലും കേസുകളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മനസ്സിലാവാണ്ടാണോ അത് എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ട്? എല്ലാവർക്കും എല്ലാം മനസ്സിലായി, എല്ലാവരും എല്ലാം എഴുതിയെടുത്ത് കാണും. ഇനിയിപ്പൊ എന്ത് ചോദിക്കാൻ സമയം കഴിയാറായില്ലേ എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളല്ലേ ഡോക്ടർ പറഞ്ഞത്. എന്തായാലും അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഈ ആക്നിയായിട്ടും അലോപേഷ്യയായിട്ടും ഒക്കെ ഒത്തിരി പേഷ്യൻസ് എന്തായാലും എല്ലാവരുടെയും ക്ലിനിക്കുകളിൽ എത്താറുണ്ട്. അപ്പോഴ് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒത്തിരി മെഡിസിൻസ് ഡോക്ടർ ഇന്നിവിടെ പറഞ്ഞു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ നല്ല ഒരു ക്ലാസ് എടുത്ത സാദത്ത് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ഷഫീഖിനെ ക്ഷണിക്കും. ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് സംസാരിക്കാമോ ഡോക്ടറെ? ഷഫീഖ് ഡോക്ടറെ? കേൾക്കാം. ഡോക്ടർക്ക് നന്ദി പറയേണ്ട കാര്യമില്ല. കാരണം പുള്ളി ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്ന് ക്ലാസ് എടുക്കുമ്പം ഡോക്ടർക്ക് അല്ലാതെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് നന്ദി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എങ്കിലും ഒരു ഔദ്യോഗിക ചടങ്ങെന്നുള്ള നിലയ്ക്ക് നമുക്ക് IFPHന്റെ പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും അഗീതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഡോക്ടർക്ക് നന്ദി പറഞ്ഞ് തീർക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഷഫീഖ് ഡോക്ടർക്ക് പറയാൻ ഒരു അല്ല, ഡോക്ടറെ പോലെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്ന് ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണ ആ മനോഭാവത്തിന് തന്നെ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പറയുന്നത്. നന്ദി പ്രത്യേകിച്ച് പറയാതെ തന്നെ ഡോക്ടർ അത്രയും നന്ദിയുള്ള മനുഷ്യനാണെന്നുള്ളതിന്റെ തെളിവാണ് അതൊക്കെ. ഓക്കെ ഷഫീഖ് ഡോക്ടറെ, സന്തോഷം. എന്തായാലും ഒത്തിരി അറിവുകൾ ഇങ്ങനെ ഡോക്ടറുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ കുറച്ചാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇനിയും നല്ല ക്ലാസ്സുകൾ ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സൂമിലുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. എല്ലാവരും ഒന്ന് ക്ലാസ് ഈ മരുന്നുകളൊക്കെ ഒന്ന് കൊടുത്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടണേ. കുറച്ച് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അതിന്റെ ഫീഡ്ബാക്സും കാര്യങ്ങളും. അത് കിട്ടിയാലേ. ഡോക്ടറെ എക്സിമ ബിഹേവ് ചെയ്യുന്ന ഡോക്ടർ ലൈക്കോപോഡിയം പറഞ്ഞായിരുന്നോ? ലൈക്കോപോഡി എല്ലാവരും സാധാരണ കൊടുക്കുന്ന മെഡിസിൻസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ പലരും ശ്രദ്ധിക്കാറില്ല, പക്ഷെ ബോറിക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും കൊടുക്കുന്ന മെഡിസിനും കൂടിയാണല്ലോ സാറേ. എല്ലാവരും പോളിക്രിസ്റ്റ് ആയതുകൊണ്ട് ആദ്യം അതിലോട്ടാണല്ലോ പോവാ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങളും അല്ലെങ്കിൽ ഈ മെഡിസിൻസ് എല്ലാം കൊടുത്തിട്ടുള്ള അഭിപ്രായങ്ങൾ സാദത്ത് ഡോക്ടറെ വിളിച്ച് പറയും എന്ന് വിശ്വസിക്കും.